യുദ്ധഭീഷണിയിലേക്ക് പശ്ചിമേഷ്യ ചെന്ന് വീഴുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതാ പൊടുന്നനെ സ്ഥിതി മാറുകയാണ്. ലെബനനിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഗുരുതരമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുകയും ഇറാൻ അതിന് തിരിച്ചടിയെന്നോണം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു. 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു എന്നതാണ്. അയൺ ഡോമുകൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ഇസ്രായേലിൽ അത് നാശനഷ്ടമുണ്ടാക്കിയെന്ന അവകാശവാദം കൂടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അമേരിക്കൻ സേനയോട് വൈറ്റ് ഹൗസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകണമെന്നാണ്. അതായത് യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സ്ഥിതിയും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഏപ്രിൽ വെടിനിർത്തലിൽ ഉണ്ടായ ശേഷം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ ലെബനിലേക്കൊക്കെ ഉള്ള ആക്രമണം അവസാനിച്ച ശേഷം പിന്നീടും ഒറ്റതിരിഞ്ഞുള്ള ചില ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അതെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടുന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ യുദ്ധഭീഷണിയിലേക്ക് പശ്ചിമേഷ്യ ചെന്ന് വീഴുകയാണ്. മാത്രമല്ല നമ്മളിവിടെ കാണേണ്ടത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഇറാനിലേക്ക് അടിയന്തരമായി പോയിട്ടുണ്ട്. അവിടെ ചില നിർദ്ദേശങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത ശേഷം ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അടിയന്തര നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് മധ്യസ്ഥ രാജ്യം എന്ന നിലയിലുള്ള ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. പക്ഷേ അതൊക്കെ എത്ര കണ്ട് ഫലവത്താകും എന്നതിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേലിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ അവരുടെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നത് ഇസ്രായേൽ മന്ത്രിസഭയുടെ തന്നെ ഒരു അടിയന്തര ക്യാബിനറ്റ് അവർ ചേർന്നു. അതിൽ തന്നെ ഒരു തീരുമാനമുണ്ടായത് അഭിപ്രായമുയർന്നത് ഇറാനെ ഇല്ലാതാക്കുക എന്നതാണ്. ഇന്ന് രാത്രി ഇറാൻ കത്തണം എന്ന അഭിപ്രായം അവിടെ ഉയർന്നു വന്നു എന്നതാണ്. $23 ബില്യൺ ആസ്തി ഇറാൻ്റെ ആസ്തി അമേരിക്ക ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കൻ സൈനിക താവളം നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ്റെ ആക്രമണമുണ്ടായി. ആ നാശനഷ്ടം നികത്തുന്നതിന് വേണ്ടി ഇറാൻ്റെ ആസ്തി മരവിപ്പിച്ചതാണ്, ഫ്രീസ് ചെയ്തതാണ്. ആ ആസ്തി തിരികെ കിട്ടണമെന്ന ഇറാൻ്റെ ആവശ്യമുണ്ട്. ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടും ഉള്ള ചർച്ചകൾക്കപ്പുറത്തേക്ക് ലെബനനെ ഇപ്പോൾ ഇസ്രായേൽ